ഹായ്, ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ക്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഫെവിക്കോൾ ഉണ്ടായിരിക്കും, പക്ഷേ ഇതിന് നമ്മൾക്ക് കുറച്ച് കൂടുതൽ വേണം. അതിന് വേണ്ടി വലിയൊരു ബോട്ടിൽ തന്നെ മേടിക്കേണ്ടി വരും. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മൾ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്, അല്ലാതെ ലൂസായിട്ട് മേടിക്കാനും കിട്ടും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മേടിച്ചാലും തന്നെ ഒരളവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗർ ആവശ്യമാണ്. അത് 2 ടേബിൾ സ്പൂൺ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക. കളറൊന്നും അധികം ഇല്ലാത്ത, മഞ്ഞ കളറൊന്നും ഇല്ലാത്ത ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് അതും ആവശ്യമുള്ളൂ. പിന്നെ വല്ല മോയ്സ്ചറൈസറും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക എന്നുള്ളതാണ്. അത് ആവശ്യമില്ലാത്ത പാത്രമാണ് എടുക്കാനായിട്ട്. കുക്കിങ്ങിനൊന്നും പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പം നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്ലൂ ഒഴിച്ച് കൊടുക്കുക. ആ ബോട്ടിൽ ഫുള്ള് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൽ 100 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കതിന് ഈ ബോട്ടിലിന് 60 രൂപയാണ് കേട്ടോ. മെയിനായിട്ട് ഗ്ലൂവും പിന്നെ കോൺഫ്ലോറാണ് ഇതിൻ്റെ ബേസായിട്ട് ഇൻഗ്രീഡിയൻസ് വരണത്. കറക്റ്റായിട്ട് രണ്ടും അളവ് ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പഴയ കപ്പ് എടുത്തു. ആദ്യം ഞാൻ അളക്കാതെയാണ് ഗ്ലൂ ഒഴിച്ചത്. അപ്പം ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ അതിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ, കാരണം ലിക്വിഡ് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ സോളിഡ് ആയിട്ടുള്ളതാണല്ലോ കോൺഫ്ലോർ. അപ്പോൾ 2ൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. 100 ഗ്രാമാണ് 2 എന്ന് പറഞ്ഞാലും അതിൻ്റെ ml വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഗ്ലൂ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ആദ്യം എത്ര ഉണ്ടെന്ന് നോക്കി. അതൊരു 3/4 ഗ്ലാസോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കോൺഫ്ലോർ നമ്മൾ ഇടേണ്ടത്. എന്തിനാണ് വിനീഗർ നമ്മളിതിലേക്ക് ഒഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ക്ലേ കേടായി പോവും. 4 മാസത്തോളം നമുക്ക് ഇങ്ങനെ വിനീഗറൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വിനീഗർ ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞ, ചുവപ്പ് പോലത്തെ കളറുകളൊക്കെ ഈ ക്ലേയിലേക്ക് കയറി വരും. ഈ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആയിരിക്കും. അത് നാശമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പോൾ വിനീഗർ ഒഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തായാലും വിനീഗർ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ ഓയിൽ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓയിൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡ്രൈ ആവാതിരിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ക്ലേ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ രൂപത്തിൽ വിണ്ട് അത് പൊട്ടി ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, ഒരു ക്യൂട്ട് ലുക്കും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ക്ലേ ഡ്രൈ ആയിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് രൂപം ഉണ്ടാക്കുകയാണെങ്കിലും അത് വിണ്ട് പൊട്ടി ആകെ നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോൾഡ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം അത് മാറ്റാനായിട്ട് നമുക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ക്ലേയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ലേയിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ചാൽ അത് നല്ലതാണ് കേട്ടോ, ഡ്രൈ ആകാതിരിക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല, കാരണം ഇത്ര ഇൻഗ്രീഡിയൻസ് മതി എന്നുള്ള രീതിയിൽ ഞാനതിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ടില്ല. ഇനി ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറച്ചീശെ കോൺഫ്ലോർ അളന്നെടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഗ്ലൂവിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഫോൾഡിങ് മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരു ക്രോസ് പോലെ വരച്ചിട്ട് ഒരേ ദിശയിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഗ്ലൂവും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്യുന്നത്. നമ്മളിത് രണ്ടും നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചീശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതുപോലെ ലംസ് വരും, അതായത് കുറച്ചും കൂടി വലിയ തരികൾ കട്ട പിടിച്ച് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്, കോൺഫ്ലോറിൻ്റെ കട്ടകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉടച്ച് കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം. പൊടിയാക്കിയിട്ട് അത് കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ച് അതിലേക്ക് കറക്റ്റായിട്ട് ഈ ഗ്ലൂ മിക്സ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് പരുവത്തിൽ, ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ആയി കിട്ടും.
അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടും നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പെയിൻറ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് കളറായിട്ടായിരിക്കും ഈ ക്ലേ ഇരിക്കുന്നുണ്ടാവുക. അതായത് ഒരു ചില്ല് പോലെ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് കാണാൻ ഒരു വൈറ്റിഷ് കളറാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ അധികം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. നമുക്ക് പിന്നെ വേറെ കളറൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. വൈറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പം അത് ഫുള്ള് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുന്നേ ഉപയോഗിച്ചപ്പം ഈ പാന് കാരണമാണ് എൻ്റെ ക്ലേ നാശമായിപ്പോയത്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ പാൻ എടുക്കാം. അത് നോൺ സ്റ്റിക്ക് തന്നെയാണ്. അപ്പം അതിപ്പോൾ അടുത്ത് കേടായിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഞാനത് കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിൽ. എന്നിട്ടാണ് കേട്ടോ അതിലൊഴിച്ചത്. കാരണം അത് അടി പിടിച്ചാലോ എന്ന് വിചാരിച്ച് പേടിച്ച് പോയി ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലൂവും കോൺഫ്ലോറും വെളിച്ചെണ്ണയും അതുപോലെ വിനീഗറും ഒക്കെ ഒഴിച്ചിട്ടുള്ള മിക്സർ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റ് ദോശമാവ് പോലെ തന്നെ ദോശ പോലെ അങ്ങ് പരന്നു വരികയായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെയാണ് അത് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ അടുക്കളയിൽ ചെന്നപ്പം അമ്മ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നല്ല പശയാണല്ലോ ഉള്ളത്. അപ്പോൾ പശയുടെ സ്മെല്ല് നമ്മുടെ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവരെ ഞാൻ ചൂടാക്കിയില്ല. അമ്മയുടെ കുക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടി പൊക്കി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത്രയും ചൂട് വരും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ കുറച്ച് ചട്ടി ഇങ്ങനെ പൊക്കി പിടിക്കാം. കുക്ക് ചെയ്ത് കിട്ടാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈയൊന്നും അവിടെ നിന്ന് തന്നെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അതൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം വേണ്ട, 1-2 മിനിറ്റ്. 2 മിനിറ്റൊക്കെ കൂടുതലാണ്. അതിന് മുന്നേ തന്നെ ഇത് ആയി കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലായിടത്തും അടി പിടിക്കാത്ത രീതിയിൽ എല്ലായിടത്തും സൈഡിൽ നിന്നൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് ഇങ്ങോട്ട് പോരണ രീതിയിലാണ് ആവുന്നത്. അപ്പോഴാണ് നമ്മുടെ ക്ലേ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേഗമാവാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഒന്നും കൂട്ടിയിടല്ല കേട്ടോ. അത് കരിഞ്ഞു പോവും, പിന്നെ അടി പിടിക്കും, കളറ് മാറും, പിന്നെ നമുക്കതിനൊന്നിനും കൊള്ളത്തില്ല, അതുപോലെ ആയി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചർ മാറുന്നുണ്ട്, കുറച്ച് കട്ടിയാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സ്പൂൺ എന്ന് പറയുമ്പം സ്റ്റീലിൻ്റെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അത് എല്ലായിടത്തുനിന്നും പറിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിലിക്കോണിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലായിടത്തുനിന്നും നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഈ സ്റ്റീലിൻ്റെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ടുള്ള സ്പൂണല്ലേ, ഇതെല്ലായിടത്തുനിന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. കണ്ടപ്പോൾ എൻ്റെ ക്ലേ ശരിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ പാനിൽ നിന്ന് ഫുള്ള് നമുക്കിങ്ങനെ അടർത്തി എടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വേഗം അത് ഓഫ് ചെയ്തു. ഞാൻ എന്നിട്ട് പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അത് ചൂടുണ്ടോ നോക്കി. അതിൽ ചൂടൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ കയ്യിന് താങ്ങാവുന്ന ചൂടേ ഉള്ളൂ. കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കണ്ട. കുറച്ച് വലിയവർ ചെയ്യുകയാണെങ്കിൽ കൈക്ക് താങ്ങാവുന്ന ചൂടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തറയിൽ ഇതുപോലെ കോൺഫ്ലോർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ക്ലേ ഇട്ട് കൊടുക്കുക. പിന്നെ കുറേ കോൺഫ്ലോർ ഇപ്പം ആവശ്യം വരും. കാരണം ഇത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് തടയണമെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലോർ അതിൻ്റെ മുകളിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോറിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മുടെ ക്ലേ ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ട് തന്നെ നമ്മളത് ഫുള്ള് മിക്സ് ചെയ്ത് നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കണം. നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള തിങ്സാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള തിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ഹാർഡായിരുന്നു എന്നറിയൂ, പരത്താനൊന്നും പറ്റില്ലായിരുന്നു. ഇതുപോലെ ബോൾ പോലും ഒന്നും ആക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഈസിയാണ്. കണ്ടോ, ഇങ്ങനെ ഡ്രോപ്പ് പോലെ, ഒരു വാട്ടർ ഡ്രോപ്പ് പോലെ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞാൻ അന്ന് ഇതുപോലെ ട്രൈ ചെയ്തപ്പം ഭയങ്കര ഡ്രൈ ആയിപ്പോയിട്ട് എനിക്ക് കണ്ടിട്ട് തന്നെ സങ്കടമായിപ്പോയി. നമ്മുടെ ക്ലേ ശരിയായോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ അതിങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇനി അവസാനമായിട്ട് ചെയ്യേണ്ടത് സീൽ ചെയ്യണം. ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക. ഫുള്ളായിട്ട് ടോട്ടലായിട്ട് റൗണ്ട് ചെയ്തിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് സീൽ ചെയ്യണം. സീൽ ചെയ്യാനായിട്ട് നമ്മൾ ക്ലിങ് ഫിലിമാണ് എടുത്തിരിക്കുന്നത്. ആ ഫിലിമിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ടൈറ്റായിട്ട് ഇരിക്കുന്ന ബാഗ്സ് ഉണ്ടെങ്കിൽ, സിപ്ലോക്ക് ബാഗ്സ് ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാം. എൻ്റെ കയ്യിലുള്ളത് ക്ലിങ് ഫിലിമാണ്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എയർ ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വെക്കുക. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വേറെ എവിടെയും വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ ഒരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഒരു ദിവസം എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ, എന്നാൽ അത് സെറ്റാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ ഇവിടെ കാണിക്കാം. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോന്നും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ വീറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഭയങ്കര ലോ കോസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക, എന്നിട്ട് അത് വെച്ച് നമ്മൾ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുക. അത് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ കാണാൻ. നല്ല ഹാർഡായി കിട്ടും. പക്ഷേ ഉറുമ്പ് വന്ന് തിന്നു പോയി എന്നുള്ളതാണ് കഷ്ടം. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. എല്ലാവരും ഫുൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ ഇൻഫോർമേഷനും ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.